കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മൺറോ തുരുത്തിന്റെ കനാലുകളിലൂടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കല്ലടയാറിന്റെ മാറിലൂടെ അഷ്ടമുടി കായലിൽ എത്തി. ഗ്രാമങ്ങളുടെയും തെങ്ങിൻ തോപ്പുകളും ഫിഷിംഗ് ഫാമുകളും കണ്ടൽക്കാടുകളുടെയും ഭംഗി ആസ്വദിച്ച് പ്രകൃതിയുടെ സംഗീതത്തിൽ ലയിച്ചു ചേർന്ന് വളരെ ശാന്തമായിട്ടുള്ളൊരു തോണി യാത്രയാണ് മൺറോ തുരുത്തിന്റെ ഹൈലൈറ്റ്. ഇവിടുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3000 കുടുംബങ്ങൾ താമസിക്കുന്ന അഴകുള്ള ഒരു കൊച്ചു റാണിയാണ് മൺറോ തുരുത്ത്. ഒരു 3 hours ഉണ്ടെങ്കിൽ നമുക്ക് മൺറോ തുരുത്ത് മൊത്തമായി ഇങ്ങനെ വള്ളത്തിൽ പോയി കാണാം. ഇവിടെ പാക്കേജ് ബേസ്ഡ് ആണ്. അവർലി 1000 rupees ആണ് ഇവർ ചോദിക്കുന്നത്, പക്ഷേ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം വള്ളത്തിൽ 1 മണിക്കൂറോളം യാത്ര ചെയ്ത് മൺറോ തുരുത്തിന്റെ ഹൈലൈറ്റ് ആയ അഷ്ടമുടി കായലിലെ ആർച്ച് കണ്ടലിന്റെ മുൻപിൽ നിൽക്കുവാണ്. ഒരു വരച്ച വരയിൽ വരി വരിയായി നിൽക്കുന്ന കണ്ടൽക്കാടുകളാണ്. അത് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് പോലെ ആർച്ചായിട്ട് നിൽക്കുന്നുണ്ട്. വേറൊരു ആംഗിൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർട്ടിന്റെ ഷേപ്പ് ഉണ്ട്. അപ്പോൾ അതിന് ഉള്ളിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. നിറയെ വള്ളങ്ങളുണ്ട്. എല്ലാവരും അവരവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഞങ്ങൾക്ക് പുറകിലായും ഒരുപാട് വള്ളങ്ങളുണ്ട്. എല്ലാവരും അതിൻ്റെ പീക്ക് ടൈമിൽ നിൽക്കുവാണ്. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഫോട്ടോ എടുക്കൂ, അങ്ങനെ എടുക്കൂ, ഇങ്ങനെ എടുക്കൂ എന്നൊക്കെ. അപ്പം ഞങ്ങൾ കുറച്ചധികം നേരമായിട്ട് തന്നെ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഞങ്ങളും ഇതിനകത്ത് കയറി. നല്ല പവർഫുൾ ആയിട്ടുള്ള വേരുകളാണ്. ഒരു പ്രത്യേകതരം തണുപ്പും ഇതിനകത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ മാംഗ്രോവ്സിനിടയിലൂടെ മുന്നോട്ട് വന്നപ്പോൾ പെട്ടെന്ന് കുറച്ച് പേർ പെഡൽ ബോട്ട് ചവിട്ടി മുന്നോട്ട് വരികയാണ്. അപ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ വള്ളത്തേൽ അവരുടെ ബോട്ട് മുട്ടാൻ പോകുകയെന്ന്. കുറച്ച് അപ്പുറത്തുള്ളവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ പുറകിലിരിക്കുന്ന ഒരു പുള്ളി വളരെ കൂളായിട്ട് കൈകൊണ്ടിങ്ങനെ വള്ളത്തെ തള്ളി മാറ്റി അവർ ആ പ്രതിസന്ധി കടന്നുപോയി. ചുറ്റും നിറയെ വള്ളങ്ങളാണ്. എല്ലാവരും ഇങ്ങനെ കണ്ടൽക്കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് സംസാരിച്ച് ഇങ്ങനെ പോകുവാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. സൺസെറ്റൊക്കെ ഇങ്ങനെ വരാൻ പോവുകയാണ്. അതിൻ്റെ ആ ഒരു ലൈറ്റിൽ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. ഇങ്ങനെ മറ്റു വള്ളങ്ങളെയൊക്കെ നോക്കി ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അങ്ങ് ദൂരെ കൂടെ വലിയ ബോട്ടൊക്കെ പോകുന്നുണ്ട്. ഇവിടെ മൺറോ തുരുത്തിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എനിക്കൊരു ടിപ്പ് തരാനുള്ളതെന്ന് വെച്ചാൽ, വലിയ ബോട്ടുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വന്ന പോലത്തുള്ള ചെറിയ കനാല് വഴിയൊന്നും ഇത് വരത്തില്ല. സത്യം പറഞ്ഞാൽ മൺറോ തുരുത്തിൻ്റെ ആത്മാവ് ഈ കനാലുകളിലാണുള്ളത്. അത് കാണണമെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു വള്ളം തന്നെ എടുത്ത് വരണം. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാട്ടോ. കുറച്ച് പേര് ആ കണ്ടലിനോട് ചേർന്ന് അവിടെ ഇറങ്ങി നിൽക്കുവാണ് ഫോട്ടോ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സൺസെറ്റ് സമയത്ത് ഇങ്ങനെ വള്ളത്തിലിരുന്ന് ശാന്തമായിട്ട് കാഴ്ചകൾ കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ വള്ളം ഒരു വശത്ത് നിർത്തിയിട്ടതിന് ശേഷം ഡ്രോൺ പറത്താനുള്ള ശ്രമത്തിലാണ്. ഞാൻ ഡ്രോൺ കാലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോമൻ ചേട്ടൻ ഈ നീളമുള്ള വടി ആഴത്തിൽ ചേറിൽ കുത്തി ഇറക്കി വള്ളത്തെ കുറച്ച് നേരം ഇവിടെ നിർത്തിയിടുവാണ്. എടുക്കുവാണേ. അങ്ങനെ ഞങ്ങൾ ഈ ഗോൾഡൻ ഹൗസിൽ തന്നെ മൺറോ തുരുത്തിന്റെ ഭംഗി മൊത്തം പകർത്തിയെടുത്തു. ഡ്രോണിനെ കറക്റ്റായിട്ട് ആ വള്ളത്തിലോട്ട് ലാൻഡ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ്.
കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ പോകും എന്നുള്ളത് കൊണ്ടും നന്നായിട്ട് കാറ്റ് പിടിക്കുന്നത് കൊണ്ടും ഒരു റിസ്കി ജോബായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്ന സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. ഇനിയും ഏകദേശം 1 മണിക്കൂറിൻ്റെ ജേർണി ഉണ്ട് ഡെസ്റ്റിനേഷൻ എത്താൻ. ലൈറ്റൊക്കെ നന്നായിട്ട് തന്നെ കുറഞ്ഞു വരുവാണ്. നേരിട്ട് കാണാൻ വളരെയേറെ ഭംഗിയാണ്. നമ്മുടെ GoPro എത്രത്തോളം ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിലും ലൈറ്റ് കുറവുണ്ടെങ്കിൽ അവിടെ ക്യാപ്ചർ ചെയ്യുമ്പോൾ GoProയുടെ പെർഫോമൻസ് ഇച്ചിരി മോശം തന്നെയാണ്. വളരെ മനോഹരമായിട്ടല്ലേ ആ പാലം ചെയ്തു വച്ചേക്കുന്നത്. മൺറോ തുരുത്തിൻ്റെ ഭംഗിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു വള്ളം അപ്പുറത്തെ പാലത്തിനടിയിലൂടെ മുന്നോട്ട് വന്നു. അങ്ങനെ ഞങ്ങളുടെ വള്ളം പിന്നെയും ഒന്ന് മുട്ടി കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും പിടിച്ചുമൊക്കെ മാറുകയും ചെയ്തു. അത്യാവശ്യം നല്ലോണം തന്നെ പ്രകാശമൊക്കെ കുറഞ്ഞിരിക്കുന്നു. ഏകദേശം 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഏകദേശം 45 മിനിറ്റോളം വേണം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്താൻ. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അത് ഈ മൺറോ തുരുത്ത് അനുഭവിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. മനോഹരമായ ഈ തുരുത്ത് ഇനി എത്ര കാലം ഇവിടെ ഉണ്ടാകും എന്ന് ഇവിടെയുള്ള ആൾക്കാരുടെ മനസ്സിൽ എന്നും ഒരു തേങ്ങലാണ്. ഇവിടെ ഭൂമി താഴ്ന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സ്ഥിതി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൺറോ തുരുത്ത് ഒരു ചരിത്രമാകും. 13.2 സ്ക്വയർ കിലോമീറ്ററാണ് നിലവിൽ മൺറോ തുരുത്തിൻ്റെ വലിപ്പം. ഇതിൽ തന്നെ 4.5 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ കരയുള്ളൂ. 4 മുതൽ 5 മീറ്റർ എബോ സീ ലെവലിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൺറോ തുരുത്ത് സുനാമിക്ക് ശേഷം ഇത് 1 മീറ്ററിനും താഴെയായി. ഇവിടെ 2 പ്രതിഭാസമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഒന്ന് ഭൂമി താഴുക, 2 വേലിയേറ്റവും വേലിയിറക്കവും അടിക്കിടെയായിട്ട് സംഭവിക്കുന്നുണ്ട്. പണ്ട് വർഷത്തിൽ 1-2 തവണയാണ് ഈ വേലിയേറ്റം നടക്കുന്നത്. ഇപ്പോൾ മിക്കവാറും എപ്പോഴും തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മിക്ക വീടുകളിലും പകുതിയോളം തന്നെ ഇടയ്ക്ക് വെള്ളം കയറും. ഏകദേശം 9,000-ഓളം ആൾക്കാർ താമസിച്ചിരുന്ന ഈ ദ്വീപിൽ നിന്നും ഓരോരുത്തരായി പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തവർ ഇപ്പോഴും ഇതിനോട് അഡ്ജസ്റ്റായി ജീവിക്കുവാണ്. എല്ലാവരും വന്ന് ആസ്വദിച്ചു പോകുന്ന സ്ഥലത്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയൂ എന്ന് പറയുമ്പോൾ മനസ്സിനൊരു വിങ്ങലാണ്. ഈ ഗൃഹാതുരത്വം തുളുമ്പുന്ന ഈ നാട് ഒരുപക്ഷെ കാലക്രമേണ ഓർമ്മകളായേക്കാം. ഇവിടത്തെ മൺറോ തുരുത്തുകാരൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞാൽ കയറ് പിരിക്കുന്നതിൻ്റെയും തൊണ്ട് തല്ലുന്നതിൻ്റെയും താളവും ചേറിൻ്റെ ഗന്ധവും കരിമീനിൻ്റെയും കൊഞ്ചിൻ്റെയും രുചിയും കുത്തിമറിഞ്ഞൊഴുകുന്ന തോടുകളും ഒരു ചരിത്രമായേക്കാം.